അതെ. ഓക്കെ, ഒന്ന് രണ്ട് സംശയങ്ങളുണ്ടായിരുന്നു. ഒന്ന് ഇസ് അബൌട്ട് installing software. I don't know what is the problem. If you have any issues, please put up your hand. Donna will help you to do that. Secondly, ഈ ഫയൽ എവിടുന്ന് എടുത്തതെന്നൊരു ചോദ്യം വന്നു. അത് ഇസ് വെരി സിമ്പിൾ. ഞാൻ ഇന്നലെ അയച്ച ഫയൽ probably you have saved it in some folder, right? So you go to that folder and click on the file and it will be loaded. ഇപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ എൻ്റെ ഇതിൽ ഫയൽ ആർ സ്റ്റുഡിയോയിൽ ഫയൽ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ഫയൽ, ന്യൂ ഫയൽ അല്ല. ന്യൂ ഫയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഫയൽ. ഓപ്പൺ ഫയൽസ് സംതിങ് വിച്ച് ഇസ് ഓൾറെഡി ദെയർ. അപ്പോൾ ഓപ്പൺ ഫയലിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്ക് ഈ ബ്രൗസിങ് ഇത് എൻ്റെ വിൻഡോ ഓപ്പൺ ആവും. അപ്പോൾ ഇതിലെനിക്കറിയാം ഏത് ഫയലാണ് എനിക്ക് വേണ്ടതെന്ന്. ഇതിലിപ്പോൾ ഐ വാണ്ട് ഡിസ്ക്രിപ്റ്റീവ്സ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്ന് പറയുമ്പോൾ ഗെറ്റ്സ് ഓപ്പൺഡ്. ഇസ് ദാറ്റ് ക്ലിയർ? മനസ്സിലായോ? എല്ലാവരെയും ഫയൽ തുറന്നോ? ആർക്കെങ്കിലും തുറക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പ്ലീസ് കൈ വെക്കാം. ഓക്കെ. Okay, I'll close this once more. ഈ ആർ സ്റ്റുഡിയോയിൽ ഫയൽ എന്നൊരു ഓപ്ഷൻ കണ്ടോ എല്ലാവരും മുകളിൽ? അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സാധനം തുറന്നു വരും. അതിൽ ഓപ്പൺ ഫയൽ, ന്യൂ ഫയൽ അല്ല, ഓപ്പൺ ഫയൽ. ഓപ്പൺ ഫയൽ എന്ന് ചോദിക്കുമ്പോൾ അത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ഫോൾഡേഴ്സ് നമുക്ക് കാണിച്ചു തരും. അതിൽ നിങ്ങൾ എവിടെയാണോ ഇത് സേവ് ചെയ്തത് അത് തുറക്കണം. ആ ഫോൾഡർ തുറക്കണം. ഞാൻ ഈ ഫോൾഡറിലാണ് സേവ് ചെയ്തത്. സോ ഐ എം ഓപ്പണിംഗ് ദിസ് ഫോൾഡർ. കിട്ടിയോ? നിങ്ങൾ എവിടെ സേവ് ചെയ്തതെന്ന് നിങ്ങൾക്ക് തീർച്ചയായും ഉണ്ടാവും, അല്ലെങ്കിൽ ഡൗൺലോഡിലോ എല്ലാം കിടക്കായിരിക്കും. ഐഡിയലി ഈ വർക്ക്ഷോപ്പിൻ്റെ മെറ്റീരിയൽ എല്ലാം ഒരു പ്രത്യേക ഫോൾഡറിലേക്ക് സേവ് ചെയ്യുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ എല്ലാം ഡൗൺലോഡിൽ കിടക്കും. കിട്ടിയായിരുന്നോ? ഐ തിങ്ക് യു സ്റ്റിൽ ഹാവ് എ പ്രോബ്ലം, റൈറ്റ്? Donna will help you. അതിൽ ഡിസ്ക്രിപ്റ്റീവ്സ് എന്നുള്ള ഫയലിൽ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ എന്ന് പറയുമ്പോൾ നീ കിട്ടാത്തവരാരാ? ഇല്ല, അവിടെ മാത്രമേ ഉള്ളൂ. I hope she will solve the problem. Okay? Shall I carry on? So this session is about descriptive statistics, which is usually we use for summarizing our data. About R data വരുന്ന ഫോർമാറ്റിന് ഡാറ്റ ഫ്രെയിം എന്നാണ് പറയുന്നത്. It's called a data frame. Data frame is an R object. It is called a list, which you need not know, but it is different from a matrix. It is not a matrix. Matrix എന്ന് പറഞ്ഞാൽ ആ ഡാറ്റ പോയിന്റ്സ് എല്ലാം ഒരേ ടൈപ്പ് ആയിരിക്കും. This is a list which can contain multiple types of objects. Anyway, this is a data frame. അപ്പോൾ ഡാറ്റ ഫ്രെയിമിന് രണ്ട് ഡയമെൻഷൻ ഉണ്ട്, റോസ് ആൻഡ് കോളംസ്. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഡാറ്റ എല്ലാം ഇങ്ങനെ 2 dimensional ഫോർമാറ്റിലാണ് സേവ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ്
sometimes called a flat file format. Flat file because it's only 2 dimensions. The flat file format, every row will be an individual and every column will be a variable. അവരുടെ ഹൈറ്റോ വെയിറ്റോ ഇൻകമോ ആണോ പെണ്ണെന്നുള്ളതോ എന്തെങ്കിലും ആയിരിക്കും ഓരോ കോളം. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമുക്കൊരു ഡാറ്റ ഫ്രെയിം കിട്ടുന്നത്. അപ്പോൾ ആറുടെ കൺവെൻഷൻ അനുസരിച്ച് റോസിനെ റെഫർ ചെയ്യാൻ പൊസിഷൻ നമ്പർ 1 ആൻഡ് കോളംസിനെ പൊസിഷൻ നമ്പർ, ദാറ്റ് വിൽ കം ടു ലേറ്റർ. ഇപ്പോൾ കൺഫ്യൂഷൻ അടിക്കണ്ട. സോ കോളംസ് ആർ വേരിയബിൾസ്. വേരിയബിൾസ് എന്താണെന്ന് നമുക്കറിയാമല്ലോ. Something you measure is called a variable. So columns are always variables and rows are individuals or observations. So we will use the diamonds data. Diamonds എന്ന് പറഞ്ഞ ഡാറ്റ ആറിൽ തന്നെ ഉള്ളതാണ്. So you don't have to import. Import ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. പക്ഷേ റൈറ്റ് നൗ ഐ എം ഗോയിങ് ടു ഡെമോൺസ്ട്രേറ്റ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. അതിന് ഡയമണ്ട്സ് എന്ന് പറയുന്ന ഡാറ്റാ സെറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഈ ഡയമണ്ട്സ് എന്ന് പറയുന്ന ഡാറ്റാ സെറ്റ് ആറിൽ തന്നെയുണ്ട്. ആറിൽ തന്നെ ഒരുപാട് ഡാറ്റാ സെറ്റ് ഉണ്ട് ഫോർ യു ടു പ്രാക്ടീസ്. അപ്പോൾ ആക്ച്വലി ഇറ്റ്സ് വൺ ഓഫ് ദ കൺവീനിയൻസസ് ഓഫ് ആർ. യു ക്യാൻ ലേൺ ആർ ത്രൂ ഡാറ്റ ഇൻ ആർ ഇറ്റ്സെൽഫ്. യു ഡോണ്ട് ഹാവ് ടു ഹണ്ട് ഫോർ അതർ ഡാറ്റ. ഈ ഡയമണ്ട്സ് എന്ന് പറയുന്നത് ഡയമണ്ട്സിനെ കുറിച്ചുള്ള ഡാറ്റയാണ്. അത് ജി പ്ലോട്ട് എന്ന് പറയുന്ന പാക്കേജിനകത്താണ്. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യണം, ഡാറ്റ ഡയമണ്ട്സ്. ഡയമണ്ട്സ് എന്നുള്ള കോട്ടിലാണ് പാക്കേജ് ഈക്വൽസ് ggplot2 എന്നുള്ളത്. ഇതിൽ നമ്മൾ ഈ ഒരു ഓരോ സ്ക്രിപ്റ്റിലൊരു കോഡ് ലൈൻ റൺ ചെയ്യുന്നത് അതിൽ കഴ്സർ വെച്ചിട്ട് യു ക്യാൻ ഡു either of two things. One is you can click on run, ഇവിടെ മുകളിൽ കണ്ടോ run, or you can do command enter in R in OS, and I think it is control enter in Windows. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഡാറ്റ ആക്സസിബിൾ ആണ്. ഡാറ്റ ആക്സസിബിൾ ആയതുകൊണ്ട് ഡാറ്റ കിട്ടണമെന്നില്ല. വി ഹാവ് ടു കോപ്പി ദാറ്റ് ഇൻ ടു അനദർ ഒബ്ജക്റ്റ്. അതാണ് ഈ രണ്ടാമത്തെ ലൈൻ, റോ ഡാറ്റ. റോ ഡാറ്റ എന്നുള്ളത് ഞാൻ കൊടുക്കുന്ന പേരാണ്. നിങ്ങൾക്ക് എന്ത് ഇത് വേണമെങ്കിൽ കൊടുക്കാം. ഡാറ്റ എന്ന് കൊടുക്കാം, ഡാറ്റ് എന്ന് കൊടുക്കാം, ABCD എന്ന് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. സോ റോ ഡാറ്റ ഈക്വൽസ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഡയമണ്ട്സിനെ എടുത്ത് കോപ്പി ചെയ്ത് റോ ഡാറ്റ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് ആക്കാനാണ് ഈ കമാൻഡ് പറയുന്നത്. അപ്പോൾ അത് റൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് റോ ഡാറ്റ നമ്മുടെ ഇതിൽ വന്നു. അപ്പോൾ നമ്മൾ ഈ എൻവയൺമെൻറ്റിൽ നോക്കുമ്പോൾ യു വിൽ ഫൈൻഡ്, ഇത് നോക്കിയാൽ അറിയാം, കണ്ടോ, 53,940 ഒബ്സർവേഷൻസ് ഓഫ് 10 വേരിയബിൾസ്. അപ്പോൾ ആറിലുള്ള ഒരു കുഴപ്പം, ഈ ഡാറ്റ മുഴുവൻ കാണാൻ പറ്റില്ല, അതവിടെ കിടപ്പുണ്ട്, അത്രേ ഉള്ളൂ. അതിന് 2-3 വഴികളുണ്ട് കാണണമെങ്കിൽ. വൺ ഈസ് യു ക്യാൻ ഗീവ് ദ കമാൻഡ് ഹെഡ് ഡാറ്റ. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ 6 എൻട്രി ഇങ്ങനെ കാണിച്ചു തരും. സോ വാട്ട് ഈസ് ദിസ് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ വേരിയബിളിൻ്റെയും പേര് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് വേരിയബിൾ ഇസ് കോൾഡ് ക്യാരറ്റ്, ദെൻ കട്ട്, കളർ. ഇതൊക്കെ ഡയമണ്ട്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. കളർ, ക്ലാരിറ്റി ഒക്കെ, കട്ടൊക്കെ ഏകദേശം ഊഹിക്കാൻ പറ്റും. പിന്നെ ഡെപ്ത്, ടേബിൾ, പ്രൈസ് ഉണ്ട്. XYZ എന്താണെന്ന് എനിക്കറിഞ്ഞൂടാ. എനിവേ ദീസ് ആർ ഓൾ variables. So we have number variables, we have named variables. Like cut is a name, it can be ideal, it can be premium, it can be good, all those things. Then color എന്ന് പറഞ്ഞാൽ അവർ നമ്പർ ആയിട്ട് capital E, capital I എന്നൊക്കെ പറഞ്ഞു കൊടുത്തിരിക്കുക. I don't know what it is. So there are several types of variables. We will look at types of variables now. നമുക്ക് ഹെഡ് ഡാറ്റ നോക്കാം, ടെയിൽ ഡാറ്റ നോക്കാം, just for inspection. This is tail data. Again 6 എണ്ണം കാണിച്ചു തരും. അപ്പോൾ അവസാനവും ആദ്യം. ഇനി അഥവാ നിങ്ങൾക്ക് ഇത് മുഴുവൻ കാണണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ടൈപ്പ് വ്യൂ റോ ഡാറ്റ. സോ റോ ഡാറ്റ ഇസ് ദ നെയിം ഓഫ് യുവർ ഡാറ്റ വിച്ച് വി ഹാവ് കോപ്പി ഫ്രം ഡയമണ്ട്സ്. അപ്പോൾ എന്ത് ഓപ്പറേഷൻ ചെയ്യുമ്പോഴും ആ ഡാറ്റ സെറ്റിൻ്റെ പേര് മറന്നു പോകരുത്. ആൻഡ് R is case sensitive. You know what is case sensitive? What is case sensitive? ക്യാപിറ്റലും ലോവറും മിക്സ് ചെയ്യരുത്.
So this command view starts with a capital V. Please remember that. അപ്പോൾ എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല, നമ്മളല്ല അത് അറിയാതെ തെറ്റിച്ച് കഴിഞ്ഞാൽ എറർ മെസ്സേജ് വരും. ആൻഡ് എറർ മെസ്സേജ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആകും. ആൻഡ് യു ഗെറ്റ് ആങ്ഷ്യസ്, വൈ ആം ഐ നോട്ട് ഗെറ്റിംഗ് ഇറ്റ് റൈറ്റ്. എറർ മെസ്സേജ് വന്നാൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നോക്കാനുള്ള. ഒന്ന്, ലോവർ കേസ് അപ്പർ കേസ് മാറിപ്പോയിട്ടുണ്ടോ. രണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടോ കമാൻഡിൽ. ഇതൊക്കെയാണ് സാധാരണ എറർ മെസ്സേജിൻ്റെ കാരണങ്ങൾ. ഈസിലി ഫിക്സബിൾ. സോ വെൻ യു സേ വ്യൂ റോ ഡാറ്റ, നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ തുറക്കും, അതിൽ എല്ലാം ഇങ്ങനെ കാണിച്ചു തരും. സോ യു ക്യാൻ സ്ക്രോൾ ഡൗൺ ടു ദ 53,940 if you want. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് തിരിച്ച് ഇതിലോട്ട് വരാം. പിന്നെ എൻറോ എന്നൊരു കമാൻഡ് ഉണ്ട്. എൻറോ മീൻസ് ചിലപ്പോൾ നമുക്ക് ഡാറ്റ സെറ്റ് വളരെ വലുതാണെങ്കിൽ എത്ര എൻട്രി ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എൻറോ അടിച്ച് നോക്കാം. എൻറോ അടിച്ചാൽ ഇത് കൃത്യമായിട്ട് പറഞ്ഞു തരും. 53,940 നമ്പർ ഓഫ് റോസ്, അതാണ് എൻറോ. ഓക്കെ. പിന്നെ വേറൊരു വളരെ യൂസ്ഫുൾ കമാൻഡ് ഉണ്ട്, str or structure. So if you want to just see the structure of raw data, you can just type str. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. So it will give you what are the variables, and it will also tell you what type of variable it is. So caret is a numerical variable. NUM എന്ന് പറഞ്ഞാൽ it's a number. Numeric variable എന്ന് പറഞ്ഞാൽ R-ൽ it is what we call continuous variable in statistics. You know what is a continuous variable? See that. What is a continuous variable? Something which can be measured at any level, like time. Can be years, months, days, hours, seconds, milliseconds. So whatever degree of accuracy you want, you can express it in numbers. But there are some other numbers which cannot be, like number of children. So you can't have 2.5 and all that, right? So these are called integers. There are also numeric variables. Once more can we start? Almost same idea. So can we start from the beginning? Like no problem. From descriptors load. Now from there. From descriptors, okay. Are we all at the same point? We all have the file, descriptors file on top. So this window is called the script window. Where you have the file is called the script window. You are running the script. It's called running the scripts. That is why it is called run. ഇവിടെ run എന്ന് പറഞ്ഞൊരു ഇതുണ്ടാവും. ഒന്നുമില്ല, അതിൽ നമ്മൾ പോയിന്റ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ വിൻഡോസിൽ കൺട്രോൾ എൻ്റർ അടിക്കാം, മാക് ആണെങ്കിൽ കമാൻഡ് എൻ്റർ അടിക്കാം. അപ്പോൾ ആ ലൈൻ റൺ ചെയ്യും. അല്ലെങ്കിൽ ഒരുപാട് കമാൻഡ്സ് ഉണ്ടെങ്കിൽ എല്ലാം കൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് എൻ്റർ ചെയ്താലും എല്ലാം കൂടെ റൺ ചെയ്യും. സോ ഫസ്റ്റ് കമാൻഡ് ഇസ് ഡാറ്റ ഡയമണ്ട്സ് പാക്കേജ് ഈക്വൽസ് ggplot2. അപ്പോൾ ഈ കമാൻഡ് പറയുന്നത് ggplot2 എന്ന് പറയുന്ന പാക്കേജിൽ നിന്ന് ഡയമണ്ട്സ് എന്നുള്ള ഡാറ്റ നമുക്ക് അവൈലബിൾ ആക്കാനാണ്. സോ കമാൻഡ് ഐ തിങ്ക് ഇസ് ഓൾറെഡി വിത്ത് യൂസ് അല്ലേ? So you can run that command and see whether it is okay. Good. What is the problem? കിട്ടിയോ? See, after you run the data command, then you can copy your diamonds data, which is available, into something called raw data. അത് ചെയ്യുന്നത്
so that you can manipulate the new data which is called raw data. അപ്പോൾ ഡയമണ്ട്സ് എന്നുള്ള ഡാറ്റ അത് അഫക്റ്റ് ചെയ്യത്തില്ല, അത് അവിടെ ഇരുന്നോളും. എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ നമുക്ക് തിരിച്ച് കോപ്പി ചെയ്തിട്ട് ഒന്നുകൂടെ അതൊക്കെ ചെയ്യാം. അതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാതെ ഡയമണ്ട്സ് എന്ന് വെച്ചിട്ട് നമുക്ക് ഡയറക്റ്റായിട്ട് ചെയ്യാം, പക്ഷെ അത് നമ്മളിങ്ങനെ ചെയ്യുന്ന ഒരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. എല്ലാവരും raw data സ്റ്റേജ് വരെ എത്തിയോ? Anybody who has not reached that point? Till end. Wow, okay. ഏതാ ഡയമണ്ട്സ് കോഡ്സിലിട്ടാ ഇട്ടിട്ടുണ്ടോ? പാക്കേജ് ഡിജി പ്ലോട്ട് ഒന്ന് കൊടുത്തോ? ചിലപ്പോൾ ചില പ്രശ്നങ്ങൾ വരുന്നത് നെറ്റിൻ്റെ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. നേരത്തെ ആക്സസ് ചെയ്തിട്ടില്ലാത്ത ഡാറ്റ ആണെങ്കിൽ അത് നെറ്റിൽ പോകേണ്ടി വരും. അപ്പം നെറ്റ് ആക്സസ് ഇല്ലെങ്കിൽ അത് ചിലപ്പോൾ എറർ മെസ്സേജ് തരാം. ഇതാണെന്നോ അതെ എന്നിട്ടും കിട്ടുന്നില്ലെങ്കിൽ ഇതാണെന്ന് നോക്കാം. ആണോ? ഡയമണ്ട്സ് കിട്ടാത്ത ഒരു മാത്രമേ ഉള്ളൂ, വേറെ എല്ലാവരും ഉണ്ടോ? എറർ മെസ്സേജ് വരുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ അതെന്തോ സ്പെഷ്യൽ പ്രോബ്ലം ആണ്. ഡോണ വിൽ സോൾവ് ദാറ്റ്. So next thing is you copy diamonds into something called raw data. അതിനുവേണ്ടി നമ്മൾ raw data equals diamonds എന്ന് എഴുതുമ്പോൾ diamonds will be copied into raw data. അത് കഴിഞ്ഞ് നമ്മൾ ഈ ഹെഡ് raw data എന്നുള്ള കമാൻഡ് അടിക്കുമ്പോൾ ഫസ്റ്റ് 6 എൻട്രീസ് കാണിച്ചു തരും നമുക്ക്. ലൈബ്രറി ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ഫയലിനകത്ത് 3 പാക്കേജസ് ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. റീലക്സില് ടൈഡി വേർഡ്സ് ഡാറ്റ ഡിസ്പ്ലേ. അപ്പോൾ അത് ഉണ്ടാവും അല്ലേ? അതായത് ഡിജി പ്ലോട്ട് ടൈഡി വേഴ്സി എന്നുള്ളതാണ്. ടൈഡി വേർഡ്സ് എന്നുള്ളതാണ് ഡിജി പ്ലോട്ട്. അല്ലെങ്കിൽ ജിജി പ്ലോട്ട് 2 മാത്രമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും വേണമെങ്കിൽ. പക്ഷേ ടൈഡി വേർഡ്സ് ഇപ്പം അല്ല, എൻ്റെ കയ്യിൽ വേണമെങ്കിൽ ഡോങ്ലോഡ് ഉണ്ട്, വേണമെങ്കിൽ ടൈഡി വേർഡ്സ് ചെയ്തില്ല. ടൈഡി വേർഡ്സ് ചെയ്തില്ല. ആ ഫയലിനകത്ത് അയച്ചിട്ടുണ്ട് ടൈഡി വേർഡ്സ് ചെയ്യണം. അല്ല, ഇവൻ ഫോൺ ഉണ്ടെങ്കിൽ പറ്റും. നമ്മുടെ ഇപ്പോഴത്തെ ഫോണിനൊക്കെ നല്ല കണക്ടിവിറ്റി ഉണ്ട്. ഫോണിൽ കൂടെ ആൾക്കാർ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊന്നും പ്രശ്നമല്ല. I think I had requested some packages to be installed. I don't know whether all of you have done that.
ഐഡിയവേഴ്സ് ഇല്ലാത്ത ആരൊക്കെ ഉണ്ട്? അറിയില്ല. കണക്ടിവിറ്റി ഉണ്ടോ? അങ്ങനെ ഇപ്പൊ തന്നെ ചെയ്താൽ മതി, കുഴപ്പമില്ല. കിട്ടിയോ? So to go on with this, we have head raw data, then you have tail raw data. Tail എന്ന് പറഞ്ഞാൽ last 6 entries. And then we have view raw data. View എന്ന് പറയുമ്പോൾ അത് വിൻഡോ തുറന്നിട്ട് ഡാറ്റ നമുക്ക് കാണിച്ചു തരും. This is just to check whether your data is there. Okay? Then finally we have the str command or structure. Structure gives you the structure of raw data. ഇവിടെയാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിലെ ഓരോ വേരിയബിളും എന്ത് ടൈപ്പാണെന്ന് നമുക്ക് പറഞ്ഞു തരും. NUM എന്ന് പറഞ്ഞാൽ ന്യൂമറിക്. ന്യൂമറിക് is a continuous variable. Numeric can be of two types. One is a continuous variable or an integer variable. Integer variable എന്ന് പറഞ്ഞാൽ whole numbers മാത്രം. ഇപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു എന്നുള്ളത് 6, 7, 8 അങ്ങനെ പറയാൻ പറ്റുള്ളൂ. 6.5 എന്ന് പറയാറില്ല. സോ in fact something like age. What is age? Is it a continuous variable or an integer variable? Think about it. What is it? Huh? Continuous. He says continuous. This actually is a continuous variable, but how do you express it? നമുക്കിപ്പോൾ എനിക്ക് 65 വയസ്സും 3 മാസവും 2 ദിവസവും 5 മണിക്കൂറും 15 സെക്കൻഡും ആയി എന്ന് പറയാറുണ്ടോ? ഇല്ല. So you express it as completed years in the last birthday, right? So then that becomes a integer. So it is actually a continuous variable, but it is used as an integer variable. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഡാറ്റ ടൈപ്പ് എന്താണെന്ന് നല്ലവണ്ണം ചിന്തിക്കണം നമ്മൾ. എന്നാലേ പല കമാൻഡ്സും ഡാറ്റ അനുസരിച്ച് മാറും. അതുകൊണ്ടാണ് അത് പറയുന്നത്. സോ യു ഹാവ് ടു തിങ്ക് അബൌട്ട് what way is your data input into the database. So this gives you. So there is another thing, cut. Cut is an ordinal factor. Factor variable എന്ന് പറഞ്ഞാൽ R ഗ്രൂപ്പിംഗ് വേരിയബിൾ ആണ്. മെയിൽ ഫീമെയിൽ രണ്ട് ഗ്രൂപ്പ്. Socio-economic class, 3 or 4, whatever it is. A grouping variable. But this grouping variable can have an order. Male, female എന്ന് പറഞ്ഞാൽ അതിന് ഓർഡർ ഇല്ല. ഓർഡർ നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ഒന്നുമില്ല ആൽഫബറ്റിക് ഓർഡർ അങ്ങനെ ഏതെങ്കിലും, അല്ലെങ്കിൽ 1, 2 എന്ന് നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1, 2. പക്ഷെ ചിലതിന് നാച്ചുറൽ ഓർഡർ ഉണ്ട്. സോഷ്യോ എക്കണോമിക് ക്ലാസ് എന്ന് പറഞ്ഞാൽ ലോവസ്റ്റ് ഹയസ്റ്റ്, ഹയസ്റ്റ് ലോവസ്റ്റ് എന്ന് പറയും. അതുപോലെ പലതിനും ഇപ്പോൾ ബയോളജിയിൽ പറയാൻ ബ്ലഡ് ഗ്രൂപ്പിന് there is no gradation, A, B, C, O എല്ലാം ഒന്നും. പക്ഷെ വേറെ ചിലതിനൊരു ഗ്രേഡ് ഉണ്ട്. ഇപ്പോൾ ക്യാൻസറിൻ്റെ ഗ്രേഡ് പറയുകയാണെങ്കിൽ
grade 1, grade 2. I mean, it's not a very nice thing to talk about, but it means more and more severe cancer. So that is called ordinal. So the cut of the diamond is an ordinal variable. Fair, good, like that. അപ്പോൾ ഈ ആരോ കാണിക്കുന്നത് ഏതാണ് ചെറുത് ഏതാണ് വലുതെന്നുള്ളതാണ്. So fair is lower than, good is lower than, something like that. അതുപോലെ color also is an ordinal variable. Clarity is also an ordinal variable. Depth is a number. Table, I don't know what that is. Price is an integer. So int means integer. അത് ഹോൾ നമ്പർ മാത്രമേ ആവൂ. അപ്പം അങ്ങനെ പല ടൈപ്പുള്ള പിന്നെ ഒരെണ്ണം CHR, ചിലതിൽ CHR എന്ന് കാണാം. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ ക്യാരക്ടർ വേരിയബിൾസ്. ഇപ്പോൾ ലേബൽസ്, ഒരാളുടെ പേര്, ഇറ്റ്സ് എ ക്യാരക്ടർ വേരിയബിൾ. ഇപ്പോൾ പേരുള്ള ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ ഇറ്റ്സ് എ ക്യാരക്ടർ വേരിയബിൾ. സോ ദാറ്റ് ഈസ് സ്ട്രക്ചർ. Now enrow we already seen. Now another command is summary. Summary raw data എന്ന് കൊടുത്താൽ നമുക്ക് ഈ ഡാറ്റയെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടും. So this is the command summary raw data. അതിൻ്റെ ഒരു സമ്മറി തരും നമുക്ക്. ഓരോ വേരിയബിളിൻ്റെയും മിനിമം, മാക്സിമം, especially numeric variables it makes sense. Minimum, maximum, first quartile, third quartile, median and mean. You know what is first quartile? No. Statistics level. ഏത് ലെവലാണ്? ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ? സ്റ്റാറ്റിസ്റ്റിക്സ് എക്സ്പോഷർ അവിടം വരെ എത്തി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ഒക്കെ പഠിപ്പിച്ചാണ്. പഠിപ്പിച്ചു, പക്ഷേ ആർക്കറിയാമല്ലേ? ആണോ സിറ്റുവേഷൻ? what they call measures of location and measures of spread. രണ്ട് സാധനമുണ്ട്. മെഷേഴ്സ് ഓഫ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ എവിടെയാണ് ഈ ഡാറ്റ ഇരിക്കുന്നത്, അതിൻ്റെ മീൻ എന്താണ്, മീഡിയൻ എന്താ. മീഡിയൻ അറിയാമല്ലോ, അറിയാം. ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? 25% will be below that, first quartile. Second quartile means 50% will be below that. So second quartile is the same as the median. Third quartile, 75% will be below that. And 100 quartile means maximum, the maximum number. So covers everything. So that's quartile. So it will give you first quartile, median, mean, third quartile and maximum. ഇതിലിപ്പോൾ എന്താണ് ഇല്ലാത്തത്? സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനം ഇതിൽ സമ്മറി എന്ന് പറഞ്ഞ സാധനം അത് തരൂല. എന്താണ് തരാത്തത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ വേരിയൻസ്. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയൻസ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ വേരിയൻസ്. ഒന്നറിഞ്ഞാൽ നമുക്ക് മറ്റേത് കണ്ടുപിടിക്കാം. പക്ഷേ ഈ സമ്മറി എന്ന് പറഞ്ഞ കമാൻഡ് അത് തരില്ല. അത് നമുക്ക് ആവശ്യമാണെങ്കിൽ നമുക്ക് വേറെ കമാൻഡ് വേണം. കാരണം സമ്മറിയുടെ കയ്യിൽ നിന്ന് അത് പിടിച്ച് വാങ്ങിക്കാൻ പറ്റില്ല. സോ സമ്മറി ഗിവ്സ് യു ദീസ് സമ്മറി സ്റ്റാറ്റിസ്റ്റിക്സ്. സമ്മറിയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഗിവ്സ് എ സമ്മറി ഓഫ് എവറിഥിങ്. സപ്പോസ് ഇറ്റ് ഈസ് എ ഓർഡിനൽ ഫാക്ടർ, ദർ ഇസ് നോ നമ്പർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു തരും. ലൈക്ക് ഫെയർ 1610, ഗുഡ് 4906, വെരി ഗുഡ്, പ്രീമിയം, ഐഡിയൽ. അതുപോലെ കളർ. ഓരോ ഗ്രൂപ്പിലും എത്ര സാധനങ്ങളുണ്ട്, എത്ര ഡാറ്റ പോയിന്റ്സ് ഉണ്ട് എന്നുള്ള സമ്മറിയാണ് ഈ ഫാക്ടർ വേരിയബിൾസിന് ഇത് തരുന്നത്. വേറാസ് ന്യൂമറിക് വേരിയബിൾസിന് മിനിമം, മാക്സിമം, മീഡിയൻ, മീൻ ആൻഡ് ക്വാർട്ടൈൽസ് ഇത്രയും സാധനങ്ങൾ തരും. ഇനിയിപ്പോൾ ഉള്ളത് കൂടുതൽ ഡെപ്തിലേക്കുള്ള ഡിസ്ക്രിപ്റ്റീവ്സ് ആണ്. അപ്പോൾ അതിൽ ചില പാക്കേജസ് ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞിരുന്നു. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ഡൺ ഇറ്റ്. ഹൗ മെനി പീപ്പിൾ ഹാവ് സൈക്ക്? ഒരാളെ ഉള്ള. ഓക്കെ, സൈക്കിനെ കുറിച്ച് നമുക്ക് സംസാരിക്കട്ടെ. എപ്പി ഡിസ്പ്ലേ, ഓക്കെ, ഇറ്റ്സ് ബെറ്റർ. സ്കിം ആർ കിട്ടിയില്ല.
You have schema. Honda. There are Kuya. If you have access to the net, you can download and install. You can just type install.packages psych. Then type library psych. This command അങ്ങനെ ഓരോന്നായിട്ട് അടിച്ചാൽ എല്ലാം കിട്ടും. But then you must have access to the net. You can try that. നിങ്ങളുടെ കയ്യിൽ നെറ്റ് ആക്സസിനുള്ള എന്തെങ്കിലും ഉണ്ടോ? ഫോണോ? ഇവിടെ വൈഫൈ ഉണ്ടോ? ഇറ്റ്സ് ഗുഡ്. എന്തെങ്കിലും ഒരു ഡോങ്കിൾ ഉണ്ട്, ആണെങ്കിൽ തരാം. Please note that install packages കൊടുക്കുമ്പോൾ നമ്മൾ പാക്കേജിനെയും കോഡ്സിന് കൊടുക്കണം. പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള കമാൻഡ് ലൈബ്രറി കമാൻഡ് കൊടുക്കുമ്പോൾ കോഡ്സ് കൊടുക്കരുത്. ഇതൊക്കെ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഓരോ എന്താ പറയുക ക്വർക്സ് ആണ്. അതുപോലെ ചെയ്താലേ കിട്ടുള്ളൂ. സോ ദീസ് ആർ ദ തിങ്സ് യു ഷുഡ് നോട്ട്. Are you able to install? Is the connectivity the problem or what? ഇവിടെ ഇന്ന് നെറ്റില്ലാത്തതാണ്. വൈഫൈ മോശമാണ്. ഇതിൻ്റെ ഒരു ഡോങ്കിൾ ഉണ്ട്, പക്ഷെ അത് എത്ര പേർക്ക് ഉപയോഗിക്കാമെന്ന് എനിക്ക് അറിഞ്ഞു. If you have a reasonably good connectivity with your phone, you might be able to download using the phone. അത് ഹോട്ട്സ്പോട്ടായിട്ട് ഉപയോഗിച്ചാൽ മതി. ഇത് വേണം ആർക്കെങ്കിലും. ഇതിൻ്റെ പാസ്വേഡ് ഇനി കണ്ടുപിടിക്കണം. ഇതിന് കണക്ടിവിറ്റി ഉണ്ടോ എന്ന് നോക്കട്ടെ. ഇത് ഫോണിന് കിട്ടത്തില്ലേ? റേഞ്ച് കുറവാണ്. ഇതിനും റേഞ്ച് കുറവാന്ന് തോന്നുന്നു. ഇതിന് പച്ച വരുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ പാസ്വേഡ് ഞാൻ കണ്ടുപിടിച്ച് പറഞ്ഞുതരാം. ഇത് എയർടെല്ലല്ലേ? എവിടെയോ ഉണ്ട്.
ഒരു കടലാസ് തരാം, ഞാൻ എഴുതി തരാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇതാണെന്ന് തോന്നുന്നു. എപ്പോഴും ലൈറ്റിങ് ഒരു എക്സ്പ്ലനേഷൻ അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ട്രൈ. എൻ്റെ ഒറിജിനൽ ഇതാണ് U8MIDN3. ഇത് വാങ്ങിച്ചപ്പോൾ കിട്ടിയ സാധനം ഇതാണ്. ഞാനിപ്പോൾ ഇത് മാറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ അത് ട്രൈ ചെയ്തു. അവർക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും സാർ കമാൻഡ് എഴുതുന്ന ഫോർമാറ്റ് അവർക്ക് മനസ്സിലായാൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഇങ്ങനൊരു പ്രശ്നം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ കൺട്രോളർ വഴി നമുക്ക് വൈഫൈ എടുക്കാൻ പറ്റത്തില്ല. അവർ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരാളെ നമുക്ക് വൈഫൈ പ്രൊവൈഡ് ചെയ്യാൻ പറ്റാതെ ഇവിടെ പക്ഷെ എനിക്ക് എൻ്റെ വിചാരം ഞാനിതെല്ലാം ചെയ്ത് കാണും. അല്ല, ഒരു മെയിൽ അയച്ചു വിടുന്നു. അത് ഈ കൊടുത്തു, എല്ലാവർക്കും കൊടുത്തതാണ്. ഡൗൺലോഡ് ചെയ്ത് എന്ന് പറയുന്ന സംഭവമേ ഇല്ലാത്തത്. ബാക്കിയെല്ലാം സാർ തന്നതെല്ലാം ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ മെയിൽ അയച്ചു വിട്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെ കയ്യിലുള്ള ഏതാണെന്ന് ചോദിക്കായിരുന്നു, അത് വെച്ചിട്ട് കാണിച്ചു തരാം. ബാക്കിയുള്ളവർ പോയി ഒക്കെ ഡൗൺലോഡ് ചെയ്ത് വരാൻ പറഞ്ഞു. പക്ഷെ സൈറ്റ് ഞാൻ അതിനകത്ത് ശ്രദ്ധിച്ചില്ല. അത് സാരമില്ല, അതും സാർ ചോദിച്ചു നോക്കിയല്ല. പ്ലീസ് ലിസൺ. എല്ലാവരുടെ കയ്യിലും ഉള്ളത് ഏതാ? എപ്പി ഡിസ്പ്ലേ ഉണ്ടോ? എപ്പി ഡിസ്പ്ലേ ഇല്ലാത്തവരുണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഒരാൾക്ക് ഇല്ലെന്ന് തോന്നുന്നു. ബാക്കില് ഇല്ല, 1-2 പേരുണ്ടില്ല. അപ്പൊ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എപ്പി ഡിസ്പ്ലേ എല്ലാവർക്കും ഉണ്ടെന്ന് വിചാരിച്ച് അത് മുന്നോട്ട് പോകാം. ബാക്കിയുള്ളത് ഐ വിൽ ലീവ് ദ സ്ക്രിപ്റ്റ് വിത്ത് യു. You can download those packages later and try. Psych, okay. ഉണ്ട്. സ്കിമ്മർ ഉണ്ടോ? Okay, then I will use epi display. Don't worry. അപ്പോൾ ബാക്കിയുള്ള കമാൻഡ് അവിടെ കിടന്നോട്ടെ. You can try it later. Okay. അപ്പോൾ ഞാൻ എപ്പി ഡിസ്പ്ലേ ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് യു ഹാവ് എ വേരിയബിൾ. അതിന് മുമ്പായിട്ട് പറയാനുള്ളത്, ആറിൽ നമ്മളൊരു ഡാറ്റാബേസിനകത്തൊരു വേരിയബിൾ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ പ്രൈസ്, ഈ പ്രൈസ് എന്നുള്ള വേരിയബിളിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യണമെങ്കിൽ വെറുതെ പ്രൈസ് എന്നുള്ള പേര് കൊടുത്താൽ R റെക്കഗ്നൈസ് ചെയ്യില്ല. So you have to tell R that this is a variable within the database. There are 3 ways of doing this. One is you can use the with command. About with raw data, some price, some എന്നുള്ള summary എന്നുള്ളതാണ്. പക്ഷെ സമ്മറിക്ക് പകരം SUMM. So that's an epi display command, not the other summary, but the epi display summary. And എനിക്കൊരു എറർ മെസ്സേജ് കിട്ടി, could not find function sum, because ഞാൻ എപ്പി ഡിസ്പ്ലേ ഇതിൽ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. So every time I may have to import epi display.
Yeah, now I have AP display. So I will type library AP display and then go to AP display. With raw data, some price will give me this kind of a output. You have number of observations, mean, median, standard deviation, minimum, maximum. It's a summary of the variable. It also gives you a graph. അത് zoom ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ it is a cumulative distribution function or CDF. ഒന്നുകൂടെ കാണിക്കണോ? With raw data, SUMM price. ഈ with raw data എന്ന് പറയുന്നത് അല്ലെങ്കിൽ suppose I'll show you. Suppose I type some price. അപ്പോൾ ഉടനെ എറർ മെസ്സേജ് കിട്ടും. Object price is not found. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ അതിൻ്റെ മോസ്റ്റ് കോമൺ റീസൺ ഈസ് ബിക്കോസ് യു ആർ നോട്ട് സ്പെസിഫൈഡ് വെയർ പ്രൈസ് ഈസ്. ഈ പ്രൈസ് റോ ഡാറ്റയ്ക്ക് അകത്തുള്ള വേരിയബിൾ ആണ്. സോ യു ഹാവ് ടു ടൈപ്പ് വിത്ത് റോ ഡാറ്റ സം പ്രൈസ്. സോ ദെൻ യു ഗെറ്റ് ദിസ്. മനസ്സിലായോ? ക്ലിയർ? അല്ലെങ്കിൽ there is another way of doing this. You can use the dollar sign method. That is, you type some raw data dollar price. ഇങ്ങനെ അടിച്ചാൽ അതിനറിയാം what you are asking for. These are some alternatives of getting the variable you want from within the database. Now you may not want the graph because graph നിങ്ങൾക്ക് വേറെ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കൊടുക്കാം. With raw data, some price graph equals false. ഓക്കെ, അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് കിട്ടില്ല. അപ്പോൾ വേഗം ഇറ്റ് വിൽ ബിക്കം ക്വിക്കർ. ഗ്രാഫ് വരയ്ക്കാൻ അത് ഒത്തിരി സമയമെടുത്തു. അത് ഒഴിവാക്കാൻ വേണ്ടി ഗ്രാഫ് വേണ്ടാന്ന് വയ്ക്കാം. പിന്നെ ഞാൻ ആർ സ്റ്റാറ്റിക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ആർ സ്റ്റാറ്റിക്സ് ഒക്കെ നല്ല ഇതാണ്. മേ ബി വിൽ ട്രൈ ടു യൂസ് ദാറ്റ് ഇൻ ദി ആഫ്റ്റർനൂൺ ആഫ്റ്റർ യു ഹാവ് ഡൗൺലോഡഡ്. So I will go on with this part of the program. Keep the other things like that. Because suppose you want to extract individual statistics like mean. So mean of raw data dollar price. So the mean എടുത്തു തരും 3933. So that okay. മനസ്സിലായോ? എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ അപ്പം തന്നെ കൈപൊക്കിയത് പറയണം. അല്ലെങ്കിൽ നമ്മളങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടാത്ത ട്രെയിൻ അങ്ങ് പോകും. ഞാൻ ട്രെയിനിൽ ചാടിക്കയറാൻ നോക്കി താഴെ വീണിട്ടുള്ള ആളാണ്, അതുകൊണ്ട് എനിക്കറിയാം. Standard deviation is called SD. So SD raw data price എന്ന് അടിച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടും. അപ്പോൾ ഇതിൽ മീനിനേക്കാളും വലിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇറ്റ്സ് വെരി വൈഡ് ഡിസ്ട്രിബ്യൂഷൻ. ദാറ്റ് ഈസ് ഓൾ ഇറ്റ് മീൻസ്. Median is 2401. Mean is 3933. Median is 2401. അതിൻ്റെ അർത്ഥം എന്തുവാ? Again, depends on your knowledge of statistics. And the mean is very different from the median. What does it tell you? It is an asymmetric distribution.
It is skewed, right? എല്ലാ ഡിസ്ട്രിബ്യൂഷനും സിമെട്രിക്കൽ നോർമൽ ഒന്നും ആവണമെന്നില്ല. Especially if you are all economic students. What is the most skewed distribution? What is the variable which is very skewed in distribution? നിങ്ങൾക്ക് അത് അറിഞ്ഞുകൂടെങ്കിൽ ഒരാർക്കും അത് അറിയാൻ സാധ്യതയില്ല. Income, right? A lot of people with very low income and a few people with high income. So it's a skewed distribution. So that is what is known as skewed. അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂഷനിൽ മീനും മീഡിയനും വേറെ വേറെ ആയിരിക്കും. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഓർ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ മീൻ വിൽ ബി ഈക്വൽ ടു ദ മീഡിയൻ വിൽ ബി ഈക്വൽ ടു ദ മോഡ്. അതാണ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ. ഇതെല്ലാം ആയതുകൊണ്ട് നോർമൽ ആവണമെന്നില്ല. ഇറ്റ് ഓൺലി മീൻസ് ഇറ്റ് ഇസ് എ സിമെട്രിക് ഡിസ്ട്രിബ്യൂഷൻ. So then you can look at maximum and minimum. Minimum of the price is 326 and maximum is 18,823. So you can see it's a huge range, right? Maximum minus the minimum is called the range. So then you can look at quantile. Quantile എന്ന് പറഞ്ഞാൽ ഈ percentiles or the first quartile അതൊക്കെ. അപ്പോൾ 5 സെഗ്മെൻ്റ് ആയിട്ട് തിരിക്കും. 0 means minimum, 100 means maximum, then 50% is the median, 25 and 75% is the third and first and third quartiles. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ വേരിയബിൾ ഇസ് ക്ലിയർ ടു യു, റൈറ്റ്? ക്ലിയർ ആയോ? പിന്നെ ഒരു ട്രിക്ക് ഉള്ളത്, ക്വാണ്ടൈൽ, ഒരു പർട്ടിക്കുലർ ക്വാണ്ടൈൽ, സപ്പോസ് യു വാണ്ട് ടു നോ what is the cutoff point for 60% of the price, the level at which below which will be 60% of the entries. അപ്പോൾ അതിന് ക്വാണ്ടൈൽ raw data dollar price p equals 0.6 എന്ന് കൊടുക്കണം. 6 or whatever you can give, whatever is the percentage you want. 3465 എന്നുള്ള വാല്യൂവിൻ്റെ താഴെ ആയിരിക്കും 60% ഓഫ് വാല്യൂസ്. അപ്പം അങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സാറന്മാർക്കൊക്കെ 80% താഴെ എത്ര മാർക്കാണ് 80% ആൾക്കാർക്കും കിട്ടിയതെന്ന് അറിയണമെങ്കിൽ ഈ കമാൻഡ് ഉപയോഗിക്കാം. ഓക്കെ, വി ഹാവ് ഗോട്ടൺ ദിസ് ഫാർ. ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. Is it smooth? Is it difficult? ലൈബ്രറി ആഡ് ചെയ്തതിന് ശേഷം ലൈബ്രറി ആഡ് ചെയ്യുന്ന വരെ പലരും ചെയ്തു. മുന്നോട്ട് പറഞ്ഞത് മിസ്സായി. അതായത് എപ്പി ഡിസ്പ്ലേ, ലൈബ്രറി എപ്പി ഡിസ്പ്ലേ എല്ലാവരും ചെയ്തോ? ആദ്യം ഇൻസ്റ്റാൾ പാക്കേജസ് എപ്പി ഡിസ്പ്ലേ, അത് ചെയ്തിരിക്കണം. അത് നെറ്റ് വേണം, ഇല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ലൈബ്രറി കമാൻഡിന് നെറ്റ് വേണ്ട. ഫസ്റ്റ് കമാൻഡ് വർക്ക് ചെയ്യണമെങ്കിൽ നെറ്റ് കണക്ഷൻ വേണം, കാരണം അത് നെറ്റിൽ നിന്നാണ് അത് എടുക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈബ്രറി എപ്പി ഡിസ്പ്ലേ എന്നുള്ള കമാൻഡ് റൺ ചെയ്താൽ എപ്പി ഡിസ്പ്ലേ നമുക്ക് യൂസബിൾ ആയിട്ട് കിട്ടും. ഇനി അഥവാ എന്തെങ്കിലും എറർ മെസ്സേജ് ഉണ്ടെങ്കിൽ നമുക്ക് നോക്കാം. അത് റൺ ചെയ്തോ എല്ലാവരും? സമ്മറിക്ക് എപ്പി ഡിസ്പ്ലേ വേണമെന്നില്ല, ഇറ്റ്സ് എ ബേസ് കമാൻഡ്. സമ്മറി വെറുതെ സമ്മറി എന്ന് അടിച്ചാൽ കിട്ടും. അത് കിട്ടത്തില്ലെങ്കിൽ വേറെ എന്തോ പ്രശ്നമാണ്. സമ്മറി കിട്ടാത്തവരുണ്ടോ? Yes or no?
Summary കിട്ടിയല്ലോ. Okay. Sir, അപ്പോൾ അടുത്തത് എപ്പി ഡിസ്പ്ലേയിലെ ആദ്യത്തെ കമാൻഡ് സം ആണ്, SUMM. display വെക്കാം. Yeah, so once you have epi display, ഇതൊന്നുകൂടെ പറയാം, നമുക്ക് പ്രൈസിന്റെ സമ്മറിയാണ് കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ സം പ്രൈസ് എന്ന് അടിച്ചാൽ അത് കിട്ടില്ല, കാരണം പ്രൈസ് എവിടെ ഇരിക്കുന്നതെന്ന് ആറിന് അറിഞ്ഞൂടാ. സോ യു ഹാവ് ടു ടെൽ ദ പ്രോഗ്രാം വേർ പ്രൈസ് സിറ്റുവേറ്റഡ്. അതിന് ഏറ്റവും സേഫ് ആയിട്ടുള്ളത് ഡോളർ സൈൻ ഉപയോഗിക്കുക, റോ ഡാറ്റ ഡോളർ പ്രൈസ്. റോ ഡാറ്റ എന്ന് പറയുന്ന ഡാറ്റാബേസിൽ പ്രൈസ് എന്ന് പറയുന്ന വേരിയബിൾ എന്ന് സ്പെസിഫൈ ചെയ്യാനായിട്ടുള്ള ഷോർട്ട് കട്ടാണ് റോ ഡാറ്റ ഡോളർ പ്രൈസ്. അപ്പോൾ അതടിച്ച് കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ സമ്മറി കിട്ടും. സമ്മറി മീൻസ് ദ എപ്പി ഡിസ്പ്ലേ കമാൻഡ് SUMM. ഇതിൽ റോ ഡാറ്റ സെയിം കമാൻഡ് ഗ്രാഫ് ഈക്വൽസ് ഫാൾസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഗ്രാഫ് ഒഴിവാക്കിയിട്ട് തരും. You don't want the graph, you can type graph equals false. ഇത്രയും കിട്ടിയോ? Anybody who has not got SUMM correctly? പിന്നെ ഞാൻ കാണിച്ചത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്സ് എടുക്കുന്നതാണ്, ലൈക്ക് മീൻ, മീഡിയൻ. ഇതൊക്കെ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ടൈപ്പ് മീൻ, റോ ഡാറ്റ ഡോളർ പ്രൈസ്, ST raw data dollar price, median, minimum, maximum, quantile. Quantile എന്ന് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ 5 നമ്പേഴ്സ് കിട്ടും, അതായത് 0, 25, 50, 75, 100. പിന്നെ ഒരു പർട്ടിക്കുലർ ലെവൽ കിട്ടണമെങ്കിൽ അത് P ഈക്വൽസ് എത്രയാണെന്ന് വെച്ചാൽ അത് പറയണം. ഓക്കെ, നമുക്കിപ്പോൾ പ്രൈസ് ആണ് എടുത്തത്. വി ക്യാൻ, ഇഫ് യു വാണ്ട്, വി ക്യാൻ ലുക്ക് അറ്റ് അനദർ കണ്ടിന്യൂസ് വേരിയബിൾ. ലെറ്റ് us say ക്യാരറ്റ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇത്ര ക്യാരറ്റ് ഡയമണ്ട് എന്നൊക്കെ പറയും അല്ലേ? ആർക്കെങ്കിലും അറിയാമോ എന്താണെന്ന്? വെയിറ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ? ഡയമണ്ട് യൂസ് ചെയ്യുന്ന ആരും പ്യൂരിറ്റി. ഓക്കെ, അപ്പോൾ അതിനാണ് ഈ നമ്പർ ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോസ് യു വാണ്ട് ടു ടേക്ക് എ ലുക്ക് അറ്റ് ദ ഡിസ്ക്രിപ്റ്റീവ്സ് ഓഫ് ക്യാരറ്റ് ഇൻ ദിസ് ഡാറ്റാബേസ്. സോ വാട്ട് ഷുഡ് ഐ ടൈപ്പ്? സം raw data ഡോളർ. ഞാൻ ഈ ഡോളർ അടിക്കുമ്പോഴേ ഇത് സജസ്റ്റ് ചെയ്യും എന്താ വേണ്ടത്, ക്യാരറ്റ് ആണോ? അപ്പോൾ ജസ്റ്റ് അതിൽ അടിച്ചു കൊടുത്താൽ ഉണ്ടോ? ക്യാരറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വന്നു. മീൻ, മീഡിയൻ, മിനിമം 0.2, മാക്സിമം 5. അതാണ് അതിൻ്റെ റേഞ്ച്. Mean is 0.798, median is 0.7. ഇത് രണ്ടും ക്ലോസ് ആണ്. മീൻസ് ഇറ്റ്സ് എ മോർ ഓർ ലെസ് സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ മീൻ, മീഡിയൻ എല്ലാം നമുക്ക് നോക്കാം.
Suppose you want to know what is a level which covers 90% of diamonds in carats. P equals 0.9. Sorry, quartile. Quantile. So spelling mistakes are very sensitive to spelling mistakes. Please check that. 90% name carat value 1.51 ni താഴെയാണ്. 10% ഉള്ളൂ അതിനേക്കാളും മുകളിലേക്കുള്ളത്. Maximum is 5, which means ആ റേഞ്ചിലാണ് 10%. ബാക്കിയെല്ലാം അത് താഴെയാണ്. ഓക്കെ, അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? You want to ask something? Yeah. എന്തെങ്കിലും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ പ്ലീസ് പുട്ട് അപ്പ് യുവർ ഹാൻഡ്. നമ്മൾ അടുത്ത ഇതിലേക്ക് പോവാണ്. Anyway, I'll give you some time. Yeah. ഏതാ? P value indicates a probability. അതായത് പ്രപ്പോർഷൻ എന്ന് വിചാരിച്ചാലും മതി. So if the proportion 90% will be below this value. 90 or whatever you specify. ഇവിടെ കൊണ്ടുവയ്ക്കും സാറോ. അവിടെ ആവുമ്പോ പിന്നെ അല്ല, ഞാൻ പറഞ്ഞ അപ്പുറത്തെ. ഇല്ല, ഞാൻ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഇടയ്ക്കിടയ്ക്ക് ആ ഈ നമ്മൾ റോഡ് ഡേറ്റ സീൻ ചെയ്യുന്ന കാര്യമേ ആൾക്കാർക്ക് മനസ്സിലായിട്ടില്ല. അപ്പം അവിടെ പിന്നെയും ഒരു ചെറിയ പ്രശ്നം നിൽക്കുകയാണ്. അപ്പം അവിടെ പോകുന്ന സാറ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഓക്കെ, നോ പ്രോബ്ലം. ഇതിൻ്റെ ആണോ അത്? അത് ചെറുതായി ലൈബ്രറി ആഡ് ചെയ്തതിന് ശേഷം ഡിസ്പ്ലേ ലൈബ്രറി ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ നമ്മൾ റോ ഡേറ്റ എടുക്കുവാണല്ലോ. അവിടെ ആൾക്കാർക്ക് കൺഫ്യൂഷൻ. ഓക്കെ, ഇപ്പോൾ സാറ് പറഞ്ഞത് ഈ റോ ഡാറ്റയും ഡയമണ്ട്സും തമ്മിൽ എന്താ ബന്ധം എന്നാണ് ആൾക്കാർക്ക് മനസ്സിലാവാത്തത്. ശരിയാണോ? യെസ് ഓർ നോ? ലൈബ്രറി ആഡ് ചെയ്യും. അതിനുശേഷം പ്രൊസീജിയറിലൂടെ പോയിട്ടുണ്ട്. പക്ഷേ ആ ഡേറ്റാബേസിൽ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് കമാൻഡ്സ് റൺ ചെയ്തിട്ട് സാർ അത് ഒന്നുകൂടെ ഒന്ന് പറയും.
ഇത് ആദ്യം തന്നെ പറഞ്ഞതാണ്. ഇതല്ലേ ഈ കമാൻഡ് അല്ലേ? അല്ല എപ്പി ഡിസ്പ്ലേ എല്ലാവർക്കും കിട്ടിയെന്നാ പറഞ്ഞു അല്ലേ? ലൈബ്രറി ആഡ് ചെയ്തു. അപ്പൊ അതിനുശേഷം പിന്നെ അടുത്ത സമ്മറി ഡാറ്റ എടുത്തു. ഇതൊന്നും ഇല്ല. അത് ഇതാണ്, ഇത് ആദ്യത്തെ കമാൻഡ് ആയിരിക്കും. ഇത് എന്താ ചെയ്യുന്നതെന്ന് മനസ്സിലാകാത്ത ആരെങ്കിലും ഉണ്ടോ? എന്താ എന്താ സംശയം ചോദിച്ചോളൂ. ഞാൻ ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. ഈ ഡാറ്റ എന്ന് പറയുന്നത് ആറിനകത്ത് തന്നെയുള്ള ഡാറ്റയാണ്. അത് ആക്ച്വലി നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടിയാണ് ഞാൻ അത് എടുത്തത്, എക്സ്റ്റേണൽ ഡാറ്റ എടുക്കാതെ. അപ്പം അത് കൺഫ്യൂഷനായി. പിന്നെ അപ്പം ഈ ggplot2 എന്ന് പറയുന്ന പാക്കേജിനകത്തുള്ള ഒരു അതിൽ തന്നെ ഉള്ള ഡാറ്റയാണ് ഡയമണ്ട്സ്. മനസ്സിലായോ? അപ്പം നമുക്ക് അതിനെ ആക്സസ് ചെയ്യണം. അതിനെ ആക്സസ് ചെയ്യാൻ വേണ്ടി ആദ്യം ഈ കമാൻഡ് അടിക്കണം. ഡാറ്റ ബ്രാക്കറ്റ് ഡയമണ്ട്സ് വിതിൻ കോട്ട്സ് കോമ പാക്കേജ് ഈക്വൽസ് വിതിൻ കോട്ട്സ് ggplot2. അപ്പോൾ നമ്മൾ ആറിന് മനസ്സിലാവും ggplot2വിനകത്ത് ഡയമണ്ട്സ് എന്ന് പറയുന്ന ഡാറ്റ ഇയാൾ ഉപയോഗിക്കാൻ പോവുകയാണ്. സോ ഇറ്റ് ഗിവ്സ് യു ആക്സസ് ടു ദാറ്റ് ഡാറ്റ. പിന്നെ അടുത്ത കമാൻഡിൽ നമ്മൾ ആ ഡാറ്റ എടുത്തു വെച്ച് റോ ഡാറ്റ എന്ന് പറയുന്ന വേറൊരു സാധനത്തിലേക്ക് കോപ്പി ചെയ്തു. കോപ്പി ചെയ്യുന്നത് ആ ഒറിജിനൽ ഡാറ്റ സെറ്റിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ്. അതല്ലാതെയും ചെയ്യാം. പക്ഷെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി നമ്മൾ റോ ഡാറ്റ അല്ലെങ്കിൽ എന്ത് പേര് വേണമെങ്കിൽ വിളിക്കാം. ഡാറ്റ എന്ന് വിളിക്കാം, എക്സ് എന്ന് വിളിക്കാം, എന്ത് വേണമെങ്കിൽ വിളിക്കാം. ഞാൻ റോ ഡാറ്റ എന്ന് വിളിച്ചു എന്നുള്ളതേ ഉള്ളൂ. റോ ഡാറ്റയിലോട്ട് ഡയമണ്ട്സിനെ കോപ്പി ചെയ്തു. ജസ്റ്റ് കോപ്പിങ്, ഇറ്റ്സ് ജസ്റ്റ് എ കോപ്പിങ് എക്സസൈസ്. എന്നിട്ട് പിന്നെ നമ്മൾ റോ ഡാറ്റ വെച്ചാണ് ബാക്കി അനാലിസിസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ കൺസെപ്റ്റ്. അപ്പം അതിന് ഈ കമാൻഡ് ഇതുപോലെ അടിക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ റോ ഡാറ്റ ലെവലിൽ ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? റോ ഡാറ്റ ഇല്ലല്ലോ. വേറെ ചോദ്യമൊന്നുമില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലെവലിലേക്ക് പോവാം. ഇപ്പം നമ്മൾ നോക്കിയത് ന്യൂമറിക് വേരിയബിൾസ്, കണ്ടിന്യൂസ് വേരിയബിൾസിനെ കുറിച്ചാണ്. പിന്നെ നമുക്കുള്ളത് കാറ്റഗോറിക്കൽ വേരിയബിൾസ്, അതായത് ഗ്രൂപ്പിംഗ് വേരിയബിൾസ്. ഇപ്പോൾ കട്ട്, കളർ, ഈ ഡയമണ്ട്സിലുള്ള വേറെ ചില സാധനങ്ങൾ, അതിന് നമ്പറല്ല, അതിന് ഓരോ ലേബിൾസ് ആണ്. അപ്പോൾ അതിന് നമുക്ക് പറയാൻ പറ്റുന്നത് എത്ര, ഓരോ ഫ്രീക്വൻസി എത്രയാണെന്ന് പറയാൻ പറ്റുമോ, എത്ര നമ്പർ ഓരോ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് അടുത്ത ലെവൽ. അപ്പോൾ അതിന് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ടേബിൾ എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ഉണ്ട്. വിത്ത് റോ ഡാറ്റ ടേബിൾ കളർ എന്നടിക്കാം, അല്ലെങ്കിൽ ടേബിൾ റോ ഡാറ്റാസ് $കളർ എന്നടിക്കാം. അപ്പോൾ എന്ത് കിട്ടും? നമുക്ക് ഇതിൻ്റെ നമ്പർ കിട്ടും. ഓരോ കളർ ഗ്രൂപ്പ് DE, F, G, H, I, J എല്ലാത്തിൻ്റെയും എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് തരും. പക്ഷേ ഇതിൽ പ്രപ്പോർഷൻ ഇല്ല. ഇതൊരു ബേസ് ആർ കമാൻഡാണ്, ഇതിൽ പ്രപ്പോർഷൻ തരത്തില്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ എന്ത് ചെയ്യണം? അതിന് വേറൊരു കമാൻഡ് കൊടുക്കണം. വിത്ത് റോ ഡാറ്റ prop dot ടേബിൾ കളർ. അപ്പോൾ എന്ത് പറ്റും? അതിൻ്റെ പ്രപ്പോർഷൻ തരും. ടോട്ടൽ വിൽ ബി 100%. ഓരോന്നിലും 100% ആണെങ്കിൽ ഇത് ഫ്രാക്ഷൻ ആയിട്ടാണ് തരുന്നത്, 0.125. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
പെർസെൻറ്റേജ് കിട്ടും. അതിനെന്ത് ചെയ്യണം? അതിന് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. റോ ഡാറ്റ 100 ഇൻറ്റു prop table കളർ. അപ്പോൾ നമുക്ക് പെർസെൻറ്റേജ് കിട്ടും. ഓരോന്നിലും എത്ര പെർസെൻറ്റേജ് ഉണ്ട്. പിന്നെ സപ്പോസ് നമുക്ക് 2-3 ഡിജിറ്റ് ഒന്നും വേണ്ട, യു വാണ്ട് ടു റൗണ്ട് ദ ഡെസിമൽസ്, അങ്ങനെയാണെങ്കിൽ ഒരു കമാൻഡ് കൂടെ കൊടുക്കാം, റൗണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ ഇങ്ങനെ വലുതായി പോകും. അതാണ് അതിൻ്റെ ഒരു പ്രോബ്ലം. അതിലെന്ത് ചെയ്യുന്നുള്ള ഞാൻ പറഞ്ഞുതരാം. പക്ഷേ ദിസ് ഇസ് ദ ഒറിജിനൽ ആർ കമാൻഡ്, റൗണ്ട് 100 ഇൻറ്റു prop table റോ ഡാറ്റ $color ഡിജിറ്റ്സ് ഈക്വൽ ടു. ഈ കമാൻഡ് അതുപോലെ കൊടുത്താൽ കൃത്യമായിട്ടും ഇങ്ങനെ ഒരു സ്ഥലത്ത് കിട്ടും. അപ്പോൾ അതിന് പകരം വേറെ ചില കമാൻഡ്സ് ഉണ്ട്. അതിൽ ജാനിറ്റർ എന്നൊരു പാക്കേജ് ഉണ്ട്, നല്ലതാണ്. പക്ഷെ അത് നമുക്ക് ഇതില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. എപ്പി ഡിസ്പ്ലേയിലൊരു ഇതുണ്ട്, tab 1. tab 1 കളർ എന്ന് അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ടേബിൾ കിട്ടും. ഫ്രീക്വൻസി, പെർസെൻറ്റേജ് ആൻഡ് ക്യുമുലേറ്റീവ് പെർസെൻറ്റേജ്. ആൻഡ് ഇറ്റ് വിൽ ഓൾസോ ഗിവ് യു എ നൈസ് graph. But if you don't want the graph, again you can say graph equals false. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് കിട്ടും. So this is a very useful command for grouping variables. മനസ്സിലായോ? So this tab 1 command is from epi display. epi display ഇല്ലെങ്കിൽ tab 1 കമാൻഡ് അടിക്കുമ്പോൾ അത് എറർ മെസ്സേജ് തരും. ടേബിൾ കമാൻഡ് ബേസ് ആറിൽ വർക്ക് ചെയ്യും. സോ ടേബിൾ കമാൻഡ് എവിടെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷെ ടേബിൾ കമാൻഡിൻ്റെ കുഴപ്പം ഇറ്റ് വിൽ നോട്ട് ഗിവ് യു ദ പെർസെൻറ്റേജസ്. അപ്പോൾ പെർസെൻറ്റേജ് എടുക്കാൻ നമ്മൾ പിന്നെ വേറെ കമാൻഡ് കൊടുക്കണം. അപ്പോൾ ഇറ്റ് ഗെറ്റ്സ് എ ലിറ്റിൽ മെസ്സി. ഇതിന് നീറ്റായിട്ടുള്ള സൊല്യൂഷനാണ് ഈ എപ്പി ഡിസ്പ്ലേ കമാൻഡ്. ഓക്കെ, ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടോ? നിങ്ങൾ എപ്പി ഡിസ്പ്ലേ കമാൻഡ് മാത്രം ഓർത്താൽ മതി. tab 1. പിന്നെ വേറെ ചില കമാൻഡ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. സൈക്കൊക്കെ നല്ല പാക്കേജാണ്, പക്ഷെ എല്ലാവർക്കും ഇല്ല, അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം വേണമെങ്കിൽ എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. പിന്നെയുള്ളത് ക്രോസ് ടാബുലേഷനാണ്. അത് സാറ് പ്രത്യേകം പറഞ്ഞ ഒരുപാട് ക്രോസ് ടാബുലേഷൻ ചെയ്യേണ്ടി വരും അല്ലേ? അപ്പം അതിന് ഞാൻ ഈ ബേസ് കമാൻഡ് ഉണ്ട്. With raw data 100 into prop table cut color 1 എന്ന് കൊടുത്താൽ ഇങ്ങനെ കിട്ടും. വൺ എന്ന് കൊടുത്താൽ റോ പെർസെൻറ്റേജസ് കിട്ടും, 2 എന്ന് കൊടുത്താൽ കോളം പെർസെൻറ്റേജസ് കിട്ടും. പക്ഷേ ഇറ്റ് ഈസ് മച്ച് ബെറ്റർ to use the epi display command. ഇതിൽ കാണിച്ചിരിക്കുന്ന എപ്പി ഡിസ്പ്ലേ ഡബിൾ കോളൺ കമാൻഡ് അത് വേണമെന്നില്ല. എപ്പി ഡിസ്പ്ലേ ഉണ്ടെങ്കിൽ അത് എഴുതുന്നത് ചിലപ്പോൾ മൾട്ടിപ്പിൾ പാക്കേജസിന് സെയിം കമാൻഡ് കാണും. അങ്ങനെയാണെങ്കിൽ കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ഏത് പാക്കേജിൽ നിന്നുള്ള ഏത് കമാൻഡ് എന്ന് സ്പെസിഫൈ ചെയ്യുന്നത്. അതിൻ്റെ ആവശ്യമില്ല. ഡിസ്പ്ലേ നമുക്ക് ഓൾറെഡി ഉള്ളതുകൊണ്ട് അത് വേണേൽ ആ ഭാഗം കട്ട് ചെയ്ത് കളയാം. tab pct എന്ന് പറഞ്ഞാണ് അതിൻ്റെ കമാൻഡ്.
അങ്ങനെ കൊടുത്തിട്ട് പെർസെൻറ്റ് ഈക്വൽസ് റോ എന്ന് പറഞ്ഞാൽ നമുക്ക് റോ പെർസെൻറ്റേജ് കിട്ടും. ഉണ്ടോ? റോ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ റോസ് വിൽ എവറിഥിങ് ഇൻ ദ റോ വിൽ ബി ആഡ് അപ്പ് ടു 100. അഥവാ നിങ്ങൾക്ക് വേണ്ടത് കോളം പെർസെൻറ്റേജ് ആണെങ്കിൽ പെർസെൻറ്റ് ഈക്വൽസ് കോൾ എന്ന് കൊടുക്കണം. ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ. അതിന് ബേസ് കമാൻഡ് ഉണ്ട്, പക്ഷേ ഈ ടാബ് പെർസെൻറ്റേജിൽ അത് കിട്ടത്തില്ല. ബേസ് കമാൻഡിലാണ് ആഡ് മാർജിൻസ് എന്നൊരു കമാൻഡ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഈ കോൾ ഗ്രാഫ് പെർസെൻറ്റ് ഈക്വൽസ് കോൾ എന്ന് കൊടുത്താൽ കോളം പെർസെൻറ്റേജ് കിട്ടും. പിന്നെ സാറ് ചോദിച്ച കാര്യത്തിന് വാട്ട് വി കൻ ഡു ഇസ് ആദ്യം തന്നെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ സം ഇവിടെ കിട്ടും താഴെ മുകളിലും. പക്ഷെ അത് പോരാ, നമുക്ക് പെർസെൻറ്റേജ് വേണം. അതുകൊണ്ട് ഈ സാധനത്തിന് മൊത്തം എടുത്ത് പ്രോപ്പ് ടേബിളിനകത്താക്കണം. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. 5-6 കമാൻഡ് വരുമ്പോൾ അത് ഗെറ്റ്സ് കോംപ്ലിക്കേറ്റഡ്. അപ്പോൾ അത് തരും. പിന്നെ വേണമെങ്കിൽ ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതെ, ഇവിടെ ഒരു 100 ഇട്ടാൽ മതി. ശരിയായോ? ഇല്ലാന്ന് തോന്നുന്നില്ലേ? നോട്ട് വെരി ഷുവർ വെദർ ഇറ്റ്സ് കറക്റ്റ് ഓർ നോട്ട്. ഇതുവരെ കറക്റ്റായിട്ട് കിട്ടി. ഇതിപ്പം ചിലപ്പോൾ ഈ പ്രോപ്പ് ടേബിൾ ഇടുന്നതിൻ്റെ ആയിരിക്കും, അത് അപ്പുറത്തായിരിക്കും ഇടേണ്ടത്. നോക്കട്ടെ. ഇത് ഞാൻ എടുത്ത് കളയാം. ഇപ്പൊ ശരിയായോ? ഇപ്പൊ സം കിട്ടുന്നുണ്ട്. പക്ഷെ അതിന്റെ പ്രപ്പോർഷൻ കിട്ടണമെങ്കിൽ ഇവിടെ ഇട്ട് നോക്കാം. ഏതാ? നോക്കാം. ഈ പരാന്തസിസ് കൊടുക്കുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇപ്പം ശരിയാണ്. ഓക്കെ. പക്ഷെ നമുക്ക് ടാപ്പ് PCT എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടത്തില്ല. മേ ബി ദർ ആർ സം അതർ പാക്കേജസ്. നമുക്ക് എല്ലാം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. എല്ലാം നോക്കിയാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞാൻ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ പറഞ്ഞത്. ക്രോസ് ടാബുലേഷനിൽ ഏറ്റവും എളുപ്പം, ഏറ്റവും ബേസ് ആയിട്ടുള്ളത് ഇതാണ്. വിത്ത് റോ ഡാറ്റ, അല്ലെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വിത്ത് റോ ഡാറ്റ ഒഴിവാക്കിയിട്ട് $സൈൻ വെച്ച് ചെയ്യാം. അതായത് ആദ്യം തന്നെ പ്രോപ്പ് ടേബിൾ റോ ഡാറ്റ $സൈൻ കട്ട്. പക്ഷെ അത് ഓരോ തവണയും അടിക്കേണ്ടി വരും. അതാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. കളർ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ എന്നിട്ട് പിന്നെ നമുക്ക് റോ ആണ് വേണ്ടെങ്കിൽ 1 കൊടുക്കണം. ഇങ്ങനെ കൊടുത്താൽ
റോ പെർസെൻറ്റേജ് തരും. ഇതാണ് ആ കമാൻഡ്. അപ്പോൾ അതിനെ നമുക്ക് 100 മൾട്ടിപ്ലൈനെ വെറുതെ 100 ഇൻറ്റു എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ഇട്ടാൽ മതി. അപ്പോൾ റോ പെർസെൻറ്റേജ് കിട്ടും ശരിക്കും. സെയിം തിങ് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് 1ന് പകരം 2 ആക്കിയാൽ കോളം പെർസെൻറ്റേജ് കിട്ടും. മനസ്സിലായോ? ക്രോസ് ടാബുലേഷൻ സംശയമുണ്ടോ? ഇതിനേക്കാളും കുറച്ചുകൂടെ ഓർക്കാൻ എളുപ്പമുള്ള കമാൻഡ് എന്ന് പറയുന്നത് എപ്പി ഡിസ്പ്ലേയിലുള്ള കമാൻഡാണ്. ടാപ്പ് PCT എന്നുള്ള കമാൻഡാണ്. അതിൽ പെർസെൻറ്റ് ഈക്വൽസ് റോ, പെർസെൻറ്റ് ഈക്വൽസ് കോളം എന്ന് പറയുമ്പോൾ നമുക്ക് സെയിം റിസൾട്ട് കിട്ടും. കോളം ആണോ റോ ആണോ എന്നുള്ളതനുസരിച്ച്. ഇതിപ്പോൾ കോളമാണ് രണ്ടാമത് പറഞ്ഞത്. ഓക്കെ, ഇപ്പം 3 വേരിയബിൾ ക്രോസ് ടാബുലേഷൻ ഉണ്ട്, which I have not given in the script. Should I go into that? It's more complicated. Oh. ഒരു ലഞ്ച് ബ്രേക്കിൽ പോകാൻ ആയോ? ഒരു മണി ആകുമല്ലേ? ഓ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, പാർട്ടിസിപ്പൻസ്, നമുക്കൊരു ലഞ്ച് ബ്രേക്കിന്റെ സമയം അടുത്ത് വരുന്നു. നമുക്ക് 1 o'clock നമുക്ക് എൻഡ് ചെയ്യണം. അപ്പോൾ ഈ ഒരു 10 minutes സമയമുണ്ട്. അപ്പോൾ ഈ 10 minutes കൊണ്ട് നിങ്ങൾ എവിടെയാണ് സ്റ്റംബിൾ ചെയ്തത്, അല്ലെങ്കിൽ ഏത് കാര്യമാണ് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാൽ സാർ അതൊന്ന് വീണ്ടും ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യാം. കാരണം നമുക്ക് ബേസിക്സ് മനസ്സിലാക്കി വേണം പോകാനായിട്ട്. നിങ്ങൾ ഫ്രീ ആയിട്ട് ഇന്ററാക്ട് ചെയ്യുള്ളൂ. പറയാനുള്ളത് നേരെ സാറിനോട് ചോദിച്ചാൽ എവിടെയാണ് ചാലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് എന്ന് ചോദിക്കുക. അപ്പം അല്ല, ഇപ്പം ഇതിൽ ഞാൻ ഷെയർ ചെയ്ത പാക്കേജ് എല്ലാം തന്നെ ക്രോസ് ടാബുലേഷനുള്ള പാക്കേജസ് ആണ്. പാക്കേജസ് 6 ഓരോരുത്തർ ഉണ്ടാക്കുന്നതാണ്. ഇറ്റ്സ് നോട്ട് ആൻ ഒഫീഷ്യൽ തിങ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പാക്കേജ് ഉണ്ടാക്കി 6 അപ്ലോഡ് ചെയ്യാം. അതിലൊരു കമ്മിറ്റി ഉണ്ട്, അവർ അപ്രൂവ് ചെയ്താൽ അവിടെ കിടക്കും. സോ എനിബഡി ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ പലരും പല കാര്യത്തിനായിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ സൈക്ക് എന്ന് പറയുന്ന പാക്കേജ് സൈക്കോളജിസ്റ്റ് ഉണ്ടാക്കിയതാണ്. പക്ഷേ ഇറ്റ് ഇസ് വെരി യൂസ്ഫുൾ ഫോർ ജനറൽ ഡിസ്ക്രിപ്റ്റീവ്സ്. അപ്പം അതുപോലെ ഓരോന്നിനും ചിലത് നമുക്ക് സൂട്ടബിൾ ആണോ നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാനേ പറ്റുള്ളൂ. ഏതാണ് നമുക്ക്
പിന്നെ ക്രോസ് ടാബ് എന്ന് പറഞ്ഞ തന്നെ ഒരു പാക്കേജ് ഉണ്ട്. യു ക്യാൻ എക്സ്പ്ലോർ ദാറ്റ് ക്രോസ് ടാബ്. അപ്പോൾ അത് ക്രോസ് ടാബുലേഷൻ നല്ലതാണെന്നാണ് പറയുന്നത്. അപ്പോൾ എത്രയോ ആയിരക്കണക്കിന് പാക്കേജ് ഉണ്ട് ആക്ച്വലി. യു ഗോ ടു ദാറ്റ് ക്രാൻ സൈറ്റ് ആൻഡ് സെർച്ച് ബൈ ആൽഫബറ്റിക് ഓർഡർ, യു വിൽ ഫൈൻഡ് ദാറ്റ് തൗസൻഡ്സ് ഓഫ് പാക്കേജ്. എല്ലാം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമുക്ക് പരിചയമുള്ള ചില സാധനങ്ങൾ എപ്പി ഡിസ്പ്ലേയുടെ ഒരു ഇതെന്ന് പറഞ്ഞാൽ യൂഷ്വലി ഞാൻ മെഡിക്കൽ ഫീൽഡിലായതുകൊണ്ട് ഡിസ്പ്ലേ ഒരുപാട് യൂസ് ചെയ്യുന്നത് അവിടെയാണ്. അതുകൊണ്ടാണ് അത് ഞാൻ സൈക്കോ അതെ അതുപോലെ. പക്ഷെ അതേ സമയത്ത് ചിലപ്പോൾ ഇക്കോണമിക്സിനെ പറ്റിയത് വേറെ ഉണ്ടോ എനിക്കറിഞ്ഞു. ആ ക്രോസ് ടാബ് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. യു ക്യാൻ ട്രൈ ക്രോസ് ടാബ്. ജാനിറ്ററും നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തത്. പ്ലസ് സൈൻ സൈഡിൽ വരുന്നത് എവിടെയെങ്കിലും ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാത്തതുകൊണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ എസ്കേപ്പ് അടിച്ചാൽ അത് അതിൽ നിന്ന് ചാടി പഴയ ഇതിലോട്ട് വരും. ഒന്നുകൂടെ ടൈപ്പ് ചെയ്യണം. അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു ബ്രാക്കറ്റ് കൊടുത്താൽ അത് ക്ലോസ് ആയിട്ട്. പക്ഷെ ചിലപ്പോൾ അവിടെ എറർ മെസ്സേജ് വരാം, ബ്രാക്കറ്റ് കറക്റ്റ് അല്ലെങ്കിൽ. അതുകൊണ്ട് ബെസ്റ്റ് തിങ് ഈസ് എസ്കേപ്പ് ആൻഡ് ടൈപ്പ് അഗൈൻ. എറർ മെസ്സേജസ് വരുമ്പോൾ നമ്മൾ പാനിക് ചെയ്യേണ്ട കാര്യമില്ല. ഫസ്റ്റ് തിങ് യു ചെക്ക്, ഈ പറഞ്ഞ പോലെ പ്ലസ് സൈൻ ആണെങ്കിൽ എവിടെയെങ്കിലും കമാൻഡ് കംപ്ലീറ്റ് അല്ല എന്നാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ബെസ്റ്റ് തിങ് ഈസ് എസ്കേപ്പ് അടിച്ചിട്ട് തിരിച്ച് കമാൻഡ് ലൈനിൽ വന്നിട്ട് ഒന്നുകൂടെ ടൈപ്പ് ചെയ്യാം. പിന്നെ വേറെ ചിലത് മോസ്റ്റ് കോമൺ കോസ് ഫോർ എറർ മെസ്സേജസ് either spelling mistake or using capitals for small letters or small letters for capitals. അങ്ങനെയുള്ള മിസ്റ്റേക്കാണ് ഏറ്റവും കോമൺ. അതുകൊണ്ട് അതിൽ വലിയ കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. നമ്മൾ കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ആ കമാൻഡ് ഒന്നുകൂടെ വായിച്ച് നോക്കിയാൽ മതി. പിന്നെ ആർ സ്റ്റുഡിയോയിലുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്ത് തുടങ്ങുമ്പോൾ അത് ഗിവ്സ് യു സജഷൻ ഫോർ കംപ്ലീഷൻ. അപ്പം അതിൽ നിന്ന് അടിച്ചു പോയാൽ നമുക്ക് വലിയ തെറ്റ് വരില്ല, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും വരില്ല. പലപ്പോഴും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നത് നമ്മുടെ വേരിയബിൾ നെയിം കൊടുത്തിട്ട് അത് അതുപോലെ ടൈപ്പ് ചെയ്യാൻ ചിലപ്പം തെറ്റിപ്പോകും. അതാണ് പ്രശ്നം. പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് തിങ്, നമ്മൾ എന്തെങ്കിലും വേരിയബിൾ നെയിം ഒക്കെ കൊടുക്കുമ്പോൾ അത് പിന്നീട് വരുന്നതാണ്. ആറിൽ രണ്ട് സാധനം എടുക്കുകയുള്ളൂ നെയിംസിൽ. ഒന്ന് ഡോട്ട്, ഇപ്പോൾ എന്താ പറയുക, സംതിങ് ഡോട്ട് സംതിങ് അങ്ങനെ കൊടുക്കാം, എന്തെങ്കിലും വേരിയബിളിന് അല്ലെങ്കിൽ എന്തെങ്കിലും ഒബ്ജക്റ്റിന്, അല്ലെങ്കിൽ അണ്ടർസ്കോർ. അല്ലാതെ നമ്മൾ പേര് കൊടുക്കുമ്പോൾ സ്ലാഷോ ഹൈഫണോ ഒന്നും കൊടുത്താൽ അത് എടുക്കില്ല. ആ പാടെ ഇത് രണ്ടും മാത്രമേ എടുക്കുള്ളൂ. അപ്പം ഇതിനൊക്കെ ഓവർകം ചെയ്യാൻ വഴികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ മോർ കോംപ്ലിക്കേറ്റഡ് ആണ്. അത് ആദ്യമേ അതിലേക്ക് പോയി കഴിഞ്ഞാൽ യു വിൽ ബി തറലി കൺഫ്യൂസ്. സോ ആകെ കൊടുക്കാൻ പറ്റുന്ന ഒന്ന് പീരിയഡ്. ഇപ്പം നമുക്ക് സപ്പോസ് എന്താ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ റോ ഡാറ്റ എന്നുള്ളതിന് വേണം റോ ഡാറ്റ എന്ന് കൊടുക്കണം. രണ്ടായിട്ട് കൊടുക്കണമെങ്കിൽ അതിന് ഒന്നുമില്ല, അതിൻ്റെ ഇടയിൽ ഒരു കുത്തിടാം, റോ ഡോട്ട് ഡാറ്റ, അല്ലെങ്കിൽ അണ്ടർസ്കോർ കൊടുക്കാം, റോ അണ്ടർസ്കോർ ഡാറ്റ. വേറെ എന്തെങ്കിലും അതിൻ്റെ ഇടയിൽ കയറ്റിയാൽ അത് എടുക്കില്ല. ഇപ്പോൾ ഹൈഫനോ സ്ലാഷോ ഒന്നും എടുക്കില്ല. അത്രേ ഉള്ളൂ. ശരി.